ഈ വീഡിയോയിൽ നമ്മൾ ശതമാനത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശതമാനത്തിന്റെ തിയറി കുറച്ച് പറയും, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇക്വേഷൻസ് പറയും, അതിന്റെ ഒരു എക്സാമ്പിൾ ഇതും ചെയ്തു പോകും. ഓക്കെ, ആദ്യത്തെ പോയിന്റ്, ശതമാനം എന്നാൽ നൂറിലുള്ള അളവിനെ സൂചിപ്പിക്കുന്നു. ശതമാനം എന്നാൽ എന്താണ്? നൂറിലുള്ള അളവാണ്. ശതം എന്നാൽ നൂറാണ്. ഓക്കെ, അപ്പൊ നൂറിലുള്ള അളവ്. ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കുക, എക്സ് എന്നുള്ളൊരു സംഖ്യയാണ്. അത് എന്തിന് തുല്യമാണ്? 100% തുല്യമാണ്. അതായത് എക്സിന്റെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. ഇതാണ് ഇതിന്റെ ബേസിക് പോയിന്റ്. ഏത് സംഖ്യ ആവട്ടെ, അതിന്റെ 100% എത്രയാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ പകുതി എന്നാൽ എന്തായിരിക്കും? 100%ത്തിന്റെ പകുതി ആയിരിക്കും, അതായത് 50%. ആ സംഖ്യയുടെ ഇരട്ടിയോ 2x എടുത്താലോ അത് 100%ത്തിന്റെ ഇരട്ടിയായിരിക്കും, അതായത് 200%. 4 ഇരട്ടിയാണെങ്കിൽ 400%. ഓക്കെ, അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 100%-ത്തിന് തുല്യമാണ് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. ഒരു ഭിന്നസംഖ്യ എടുക്കാം, 1/2. അതിനെ ശതമാനമാക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇൻറ്റു 100 ചെയ്യുന്നു. 2ഉം 100ഉം തമ്മിൽ വെട്ടിയാൽ 50 കിട്ടും. ഓക്കെ, അപ്പോൾ 50% എന്ത്? 1/2ന്റെ ശതമാന രൂപം. 1/2 ഒരു ഭിന്നസംഖ്യയാണ്, അതിനെ ശതമാനമാക്കാൻ എന്ത് ചെയ്തു? 100 കൊണ്ട് ഗുണിച്ചു. അടുത്ത പോയിന്റ്, ഇപ്പൊ നമ്മൾ 2 പോയിന്റ് പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, ശതമാനത്തെ ഭിന്നസംഖ്യയാക്കാൻ 100 കൊണ്ട് ഹരിക്കുക. ഓക്കെ, ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിച്ചു. അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ, അതായത് ശതമാനത്തിനെ ഭിന്നസംഖ്യയാക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ, നമുക്ക് 85% ചോദ്യം എന്ന് വിചാരിക്കാം. അതിനെ ഭിന്നസംഖ്യയാക്കണം, എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ മതി, ബൈ 100. ഇവിടെ എത്ര അഞ്ച് ഉണ്ട്? 25. 85-ൽ 17 അഞ്ച്. ഓക്കെ, 17/20 എന്ത്? 85% എന്നുള്ളതിന്റെ ഭിന്നസംഖ്യ രൂപം. അടുത്ത ചോദ്യം, അടുത്ത പോയിന്റ്, ദശാംശ സംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. ഒരു എക്സാമ്പിൾ എടുത്താൽ 0.35 എന്നുള്ളൊരു ദശാംശ സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ ശതമാനമാക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 2 ദശാംശ സ്ഥാനങ്ങൾ പോവും, ഈക്വൽ ടു 35%. ഓക്കെ, നാലാമത്തെ പോയിന്റും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത പോയിന്റുകളിലേക്ക് പോവാം. എക്സിന്റെ y% കാണാൻ xy/100 ചെയ്താൽ മതി. എക്സ് എന്നുള്ളൊരു സംഖ്യയാണ്, അതിന്റെ y% എത്രയാണെന്ന് കാണാൻ എന്താ ചെയ്യുക? എക്സ് എന്നുള്ള സംഖ്യയെ y/100 ചെയ്യുക. എക്സിനെ y കൊണ്ട് ഗുണിക്കുക, by100 ചെയ്യുക. ഒരു ഉദാഹരണം എടുത്താൽ 120 എന്നുള്ള സംഖ്യയാണ് എന്ത്? എക്സ് എന്ന് വിചാരിക്കാം. അതിന്റെ 8% കാണണം എന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? 120 ഇൻറ്റു 8/100 ചെയ്താൽ മതി. ഓക്കെ, 0 0 വെട്ടുക, 10 12 വെട്ടാം, 6 5 8 48/5, അതായത് 9.6 ഉത്തരം. ഓക്കെ, അപ്പൊ എക്സിന്റെ y% കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻറ്റു y/100 ചെയ്താൽ മതി. വേറൊരു എക്സാമ്പിൾ കൂടെ ചെയ്തു നോക്കാം. 20ന്റെ 10%ആണെന്ന് വിചാരിക്കുക. 20ന്റെ 10% കാണേണ്ടതെങ്കിൽ ഇക്വേഷൻ വെച്ച് 20 ഇൻറ്റു 10/100, 20 ഇൻറ്റു 10/100, 2 പൂജ്യം താഴെ മേലെ 2 പൂജ്യം, ഈക്വൽ ടു 2. 2 ഉത്തരം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, എക്സിന്റെ y% കാണാൻ xy/100. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, 120ന്റെ 30%, അതും കൂടെ ചെയ്യാം. 120 ഇൻറ്റു 30/100, 2 പൂജ്യം ഇവിടെ മേലെ 2 പൂജ്യം, 12 ഇൻറ്റു 3 36. അടുത്തത്, എക്സിന്റെ y% ഈക്വൽ ടു വൈയുടെ x%. അതായത് എക്സ് എന്നുള്ളൊരു സംഖ്യ തന്നിട്ട് അതിന്റെ y% കാണാൻ പറഞ്ഞാലും y എന്നുള്ളൊരു സംഖ്യ തന്നിട്ട് അതിന്റെ x% കാണാൻ പറഞ്ഞാലും നമുക്ക് ഒരേ ഉത്തരമായിരിക്കും കിട്ടുക. നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാം.
ഇവിടെ 120ന്റെ 30% പറഞ്ഞത്. ഇനി നമുക്ക് 30ന്റെ 120% കണ്ടു നോക്കാം. 30ന്റെ 120%. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചാണെങ്കിൽ xy/100, അതായത് 30 ഇൻറ്റു 120/100. 2 0 വെട്ടുന്നു, 0 0. 3 ഇൻറ്റു 12 36. നേരത്തെ കിട്ടിയത് 36 ആണ്, ഇപ്പൊ കിട്ടിയത് 36 ആണ്. അതായത് 120ന്റെ 30% എടുത്താലും 36 കിട്ടും, 30ന്റെ 120% കണ്ടാലും 36 കിട്ടും. അതായത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റിയാലും ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ് പോയിന്റ്. അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തത് നമ്മൾ PSCക്ക് സാധാരണ കണ്ടുവരുന്ന കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ x% കൂടുതലാണെങ്കിൽ ബിയുടെ ശമ്പളം എയേക്കാൾ x/100 + x × 100% കുറവായിരിക്കും. അതായത് എ എന്ന ഒരാളുടെ ശമ്പളമുണ്ട്, ബി എന്ന ഒരാളുടെ ശമ്പളം ഉണ്ട്. ഇതിൽ ഏതാണ് വലുത്? എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ x% കൂടുതലാണ്. അപ്പോൾ എ ആണ് കൂടുതൽ. എ വലുതും ബി ചെറുതുമാണ്. ഓക്കെ, എക്ക് കൂടുതൽ ബിക്ക് ചെറുതുമാണ്. ഇനി എക്ക് ബിയേക്കാൾ എത്ര ശതമാനമാണ് കൂടുതൽ? x% കൂടുതലാണ്. ബിയേക്കാൾ x% എക്ക് കൂടുതലാണെങ്കിൽ ഇത് നമുക്ക് തരും. എന്ത് തരും? എക്ക് ബിയേക്കാൾ ഇത്രയും ശതമാനം കൂടുതലാണ് എന്ന് തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ബിക്ക് എയേക്കാൾ എത്ര കുറവാണ് എന്ന് ചോദിക്കും. ബിക്കാണല്ലോ കുറവ്, അത് എത്ര കുറവാണെന്ന് ചോദിക്കും. അതായത് ബിക്ക് എയേക്കാൾ എത്ര കൂടുതലാണെന്ന് തരും, എന്നിട്ട് ചോദിക്കും, അല്ല, എക്ക് ബിയേക്കാൾ എത്ര കൂടുതലാണെന്ന് തരും, എന്നിട്ട് ചോദിക്കും ബിക്ക് എത്ര കുറവാണെന്ന് ചോദിക്കും. അങ്ങനെ തന്നാൽ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇത്. x/100 + x × 100. നമുക്കൊരു ഉദാഹരണം ചെയ്തു നോക്കാം. ചോദ്യം: മനുവിന്റെ ശമ്പളം വിനുവിന്റെ ശമ്പളത്തേക്കാൾ 20% കൂടുതലാണ്. അതായത് മനുവിനാണ് കൂടുതൽ, വിനുവിനാണ് കുറവ്. എത്രയാണ് കൂടുതൽ? 20% കൂടുതൽ. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. x = 20. എന്നിട്ട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ വിനുവിന്റെ ശമ്പളം മനുവിന്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എടുക്കുക. x/100 + x × 100. x എത്രയാണ്? 20 ആണ്. 100 + x എന്ന് പറഞ്ഞാൽ 100ഉം 20ഉം 120 × 100. 0 വെട്ടി 0 വെട്ടി. ഇവിടെ ഒരു 6 2 ഉണ്ട്, ഇവിടെ 10 2 ഉണ്ട്, ഇവിടെ 3 2 ഉണ്ട്, ഇവിടെ 5 2 ഉണ്ട്. 50/3 ആണ് ഉത്തരം. ഓക്കെ, 50/3%. ഇതിന് നമുക്കിനി ചിലപ്പോൾ മിശ്രഭിന്നത്തിലായിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ പേഴ്സൻറ്റേജിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 16.66% ആണെങ്കിൽ അങ്ങനെയായിരിക്കും ഉത്തരം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്. ഒരാളുടെ ശമ്പളം മറ്റേയാളുടെ ശമ്പളത്തേക്കാൾ x% കൂടുതലാണെന്ന് തരും. എന്നിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചോദിക്കും, ഇയാളുടെ ശമ്പളം ഇയാളുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്. ആ ഉത്തരം കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി ഇതുപോലെയുള്ള ചോദ്യമാണ് അടുത്തത്. നേരെ തിരിയും. ഇപ്പൊ നമ്മൾ പറഞ്ഞു എ ആണ് വലുത്, ബി ആണ് ചെറുത്. എക്ക് കൂടുതൽ ശമ്പളം, ബിക്ക് കുറവ് ശമ്പളം എന്ന് ആണ് നേരത്തെ പറഞ്ഞ കേസ്. ഈ കേസ് നോക്കാം. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ x% കുറവാണ്. അപ്പൊ എക്കാണ് കുറവ്. എ ചെറുതും ബി വലുതുമായിട്ടുള്ള കേസാണെങ്കിൽ നമുക്ക് ഇതിലും തരും. എത്ര ശതമാനം? എക്ക് എത്ര ശതമാനം കുറവാണ് എന്ന് തരും. ഒരു നമ്പർ തരും. എന്നിട്ട് തിരിച്ച് അങ്ങോട്ടുള്ള റിലേഷൻ എത്രയാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ആണ് x/100 - x × 100. നേരത്തെ എന്തായിരുന്നു? ഇവിടെ പ്ലസ് ആയിരുന്നു. എ വലുതും ബി ചെറുതുമാവുന്ന സമയത്ത് ഇവിടെ സൈൻ എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു. പക്ഷെ ഇപ്പോ എ ചെറുതും ബി വലുതുമായ സമയത്ത് ഇക്വേഷൻ മാറി. x/100 - x × 100 അത്രയും ശതമാനം കൂടുതലായിരിക്കും. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. മനുവിന്റെ ശമ്പളം വിനുവിന്റെ ശമ്പളത്തേക്കാൾ 20% കുറവാണ്. ഓക്കെ, അപ്പൊ മനുവിന് ചെറുതാണ്, വിനുവിന് കൂടുതലാണ് ശമ്പളം. ഓക്കെ, അപ്പൊ 20% കുറവ്. അപ്പൊ എക്സിന്റെ വാല്യൂ 20. ഇനി നമുക്ക് ഇക്വേഷൻ എടുക്കാം. x/100 - x
ഇൻറ്റു 100. എക്സ് 20 20 ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 80 ഇൻറ്റു 100. ഇവിടെ എത്ര 20 ഉണ്ട്? 4 20 ഉണ്ട്. ഇവിടെ എത്ര 20 ഉണ്ട്? 5 20 ഉണ്ട്. ഇവിടെ ഒരു 4, ഇവിടെ 5 4, 5 5 25% കൂടുതൽ. ഓക്കെ, മനുവിന് ബിനുവിനേക്കാൾ 20 കുറവാണ്. തിരിച്ചങ്ങോട്ട് മനുവിനേക്കാൾ 25% കൂടുതലാണ്. ഓക്കെ, ആ റിലേഷൻ ആണ്. അപ്പൊ രണ്ടും ഏകദേശം ഒരേപോലെയുള്ള ചോദ്യങ്ങളാണ്. ആർക്കാണ് കൂടുതൽ കുറവ് എന്നുള്ളത് തിരിഞ്ഞു വരുന്നതനുസരിച്ച് ഇക്വേഷനിൽ മൈനസും പ്ലസും മാറി വരും. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഒരു സംഖ്യയുടെ a% കൂടിയ ശേഷം a% കുറഞ്ഞാൽ ആകെ വ്യത്യാസം a²/100 കുറവ്. അതായത് എക്സ് എന്നുള്ളൊരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ആ സംഖ്യ a% കൂടി. എക്സിനോട് എക്സിന്റെ a% കൂടി. അതിനുശേഷം ആ സംഖ്യയുടെ, ആദ്യത്തെ സംഖ്യയുടെ അല്ല, ഈ രണ്ടാമത്തെ സംഖ്യയുടെ a% കുറഞ്ഞു. ഒരേ സംഖ്യ തന്നെ ആദ്യം എന്ത് സംഭവിക്കുന്നു? a% കൂടുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു? a% കുറയുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ എന്ത് വ്യത്യാസം വരും? അതായത് ആദ്യത്തെ സംഖ്യയും ഈ അവസാനം കിട്ടുന്ന സംഖ്യയും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും? നമ്മൾ ഒറ്റ നോട്ടത്തിൽ അറിയാത്ത ആളുകൾ വിചാരിക്കും a% കൂടി, പിന്നീട് a% കുറഞ്ഞു. കൂടിയതും കുറഞ്ഞതും ഈക്വൽ ആണല്ലേ, അപ്പൊ പിന്നെ ആ സംഖ്യ തന്നെ ആയില്ലേ പിന്നെയും വരിക എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല വരിക. കാരണം ആദ്യം എക്സ് ആണ്, പിന്നെ a% കൂടിക്കഴിഞ്ഞാൽ അത് പുതിയ ഒരു സംഖ്യയായി, കുറച്ചുകൂടെ വലിയൊരു സംഖ്യ ആയി. പിന്നെ ആ സംഖ്യയുടെയാണ് എന്ത്? a% കുറയുന്നത്. എക്സിന്റെ തന്നെ a% കൂടിയിട്ട് എക്സിന്റെ തന്നെ a% കുറഞ്ഞിരുന്നെങ്കിൽ തിരിച്ച് എക്സിലേക്ക് തന്നെ എത്തിയേനെ. പക്ഷെ എക്സിന്റെ a% കൂടിയിട്ട് ആ കൂടിയിട്ട് കിട്ടുന്ന സംഖ്യയിൽ നിന്നാണ് പിന്നെ എന്ത് പോകുന്നത്? a% കുറയുന്നത്. അതുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്. അങ്ങനെയുള്ള കേസിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണെന്ത്? a²/100% കുറവ്. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. 100 നമ്മുടെ സംഖ്യ എന്ന് വിചാരിക്കാം. ആദ്യം 10% കൂടുന്നു, പിന്നീട് 10% കുറയുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാതെ എന്ത് ഉത്തരം കിട്ടും എന്ന് നോക്കാം. ആദ്യം എന്ത് സംഭവിക്കുന്നു? 10% കൂടി. അതായത് 100 അതിന്റെ 10%-മായ 10 കൂടെ കൂടി. അപ്പൊ 100ഉം 10ഉം 110 ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ 110. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിച്ചു? 10% കുറഞ്ഞു. അപ്പൊ 110ന്റെ 10% എത്രയാണ്? 11. ആ 11 കുറഞ്ഞു. 110ൽ നിന്നും 11 പോയാൽ 99. ആദ്യം 100 ഉണ്ടായിരുന്ന സംഖ്യ 10% കൂടി, പിന്നീട് 10% കുറഞ്ഞപ്പോൾ എത്രയായിട്ട് മാറി? 99 മാറി. ഇനി ഈ ഇക്വേഷനിലൊന്ന് ഇട്ട് നോക്കിയാലോ. ഇക്വേഷൻ പ്രകാരം 10% എയുടെ വാല്യൂ എത്രയാണ്? 10. അപ്പൊ 10²/100 നമ്മുടെ ഇക്വേഷൻ. 10² എന്ന് പറഞ്ഞാൽ 100, താഴെയും 100. 100ഉം 100ഉം വെട്ടിക്കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. 1% കുറഞ്ഞു. 1% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 100 ഉള്ളത് എത്രയായിട്ട് മാറി? 99 മാറി എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇല്ലാതെ ചെയ്തപ്പോൾ കിട്ടിയത് 99, ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ കിട്ടിയതും 99. അതിന്റെ അർത്ഥം a% കൂടിയ ശേഷം a% കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ വരുന്ന മാറ്റം കാണാൻ a²/100 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു a% കൂടിയ ശേഷം a% കുറഞ്ഞാൽ. ഇനി അടുത്തത് a% കൂടിയ ശേഷം b% കൂടുന്നു. രണ്ടും രണ്ട് സംഖ്യയാണ് കൂടുന്നത്. ഓക്കെ, അതൊന്ന് ചെയ്തു നോക്കാം. 100 തന്നെയാണ് സംഖ്യ എന്ന് വിചാരിക്കാം. എക്ക് നമുക്ക് 10 കൊടുക്കാം, ബിക്ക് നമുക്ക് 20 കൊടുക്കാം. a 10%, b 20%. എന്താണ് സംഭവിക്കുന്നത്? ആദ്യം a% കൂടുന്നു, പിന്നീട് b% കൂടുന്നു. ഇക്വേഷൻ ഇല്ലാതെ ഒന്ന് ചെയ്തു നോക്കാം. 100ന് ആദ്യം 10% കൂടുന്നു. അതായത് 100 എത്രയായിട്ട് മാറി? 110 മാറി. പിന്നെ 20% കൂടുന്നു.
110ന്റെ 20% എത്രയാ? 10% എന്നാൽ 11 20% എന്നാൽ 22 അപ്പൊ ഒരു 22 കൂടെ കൂടുന്നു. 110ഉം 22ഉം 132. ഇക്വേഷൻ ഇല്ലാതെ എത്ര കിട്ടി? 132. ഇനി ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ നമുക്ക് എക്കും ബിക്കും ഒന്ന് വാല്യൂ ഇട്ട് നോക്കാം. എ എത്രയാണ്? 10 പ്ലസ് ബി എത്രയാണ്? 20 പ്ലസ് എ ബി എന്ന് പറയുമ്പോൾ 10 × 20 ബൈ 100. 0 പോയി 0 പോയി, ഈ 0 ഈ 0. അപ്പൊ മേലെ എന്തുണ്ട്? 1 × 2, അതായത് 2 മാത്രം ബാക്കിയുണ്ട്. 10 പ്ലസ് 20 30 പ്ലസ് 2 32. ടോട്ടൽ 32 കൂടുന്നു. ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? 100 32 കൂടിക്കഴിഞ്ഞാൽ അത് എത്രയായി? 132 ആയി. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് എത്ര കിട്ടി? 132 കിട്ടി. ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോഴും 132 കിട്ടി. എന്താണ് അർത്ഥം? ആദ്യം A% കൂടി പിന്നെ B% കൂടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ആകെ വ്യത്യാസമുണ്ട് എന്ന് കിട്ടും. ഓക്കെ, അതും നമ്മൾ ചെയ്തു. ഈ ഇക്വേഷൻ ഇല്ലാതെ ചെയ്യുന്നത് അത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റും പറഞ്ഞു. ഇനി മൂന്നാമത്തത്, ഇതെല്ലാം സിമിലർ ആയതുകൊണ്ടാണ് അടുത്തടുത്ത് എഴുതിയത്. മൂന്നാമത്തെ പോയിന്റിൽ A% കൂടിയ ശേഷം B% കുറയുന്നു. ഇവിടെ എന്താണ് പറഞ്ഞത്? A% കൂടി B% കൂടി. പക്ഷെ ഈ കേസിൽ ആദ്യം A% കൂടുന്നു, പിന്നെ B% കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? നേരത്തെ A പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ആണെങ്കിൽ ഇവിടെ A മൈനസ് ബി മൈനസ് എ ബി ബൈ 100 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഡയറക്റ്റ് ഇട്ട് നോക്കാം. 100 സംഖ്യ. എക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത 10 തന്നെ, ബിക്ക് നേരത്തെ ഇട്ട് കൊടുത്ത 20 തന്നെ. ഇക്വേഷൻ പ്രകാരം എ 10 മൈനസ് ബി 20 മൈനസ് എ ബി ബൈ 100 എന്ന് പറയുമ്പോൾ 10 × 20 ബൈ 100. 0 2 വെട്ടി, മേലെയും താഴെയും 0 വെട്ടി, മേലെ 2 ഉണ്ട്. അപ്പൊ 10 മൈനസ് 20 മൈനസ് 2. 10 മൈനസ് 20 മൈനസ് 10. പിന്നെ ഒരു മൈനസ് 2 കൂടെ വരുമ്പോൾ മൈനസ് 12. എന്താണ് അർത്ഥം? 12 കുറയും. അതായത് 100 ഉണ്ടായിരുന്നത് എത്രയായിട്ട് മാറും? അതിന്റെ 12% കുറയും. 100ന്റെ 12% എന്ന് പറഞ്ഞാൽ 12 ആണ്. ആ 12 കുറഞ്ഞാൽ എത്രയിലേക്ക് എത്തും? 88ലേക്ക് എത്തും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റും പറഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ്. ആദ്യം നമ്മൾ പറഞ്ഞത് A% കൂടി പിന്നീട് B% കൂടിയത് പറഞ്ഞു. പിന്നെ A% കൂടിയ ശേഷം B% കുറഞ്ഞത് പറഞ്ഞു. ഇനി ഇതില് A% കുറഞ്ഞ ശേഷം B% കുറയുന്നു. അതായത് ആദ്യം കുറയുന്നു, പിന്നെയും കുറയുന്നു. കുറഞ്ഞത് രണ്ടും രണ്ട് സംഖ്യകളാണ് എന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇക്വേഷനിൽ വ്യത്യാസം? A മൈനസ് ബി ഉള്ള സ്ഥലത്ത് A പ്ലസ് ബി ആവും. രണ്ടും കുറയായതുകൊണ്ട് ആവുന്ന കേസിൽ ഇക്വേഷനിൽ മാറ്റം വരും. എല്ലാ ഇക്വേഷനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഈ സൈന് ഇവിടെ പ്ലസ് പ്ലസ്, ഇവിടെ മൈനസ് മൈനസ്, ഇവിടെ പ്ലസ് മൈനസ്, ഇതാണ് വ്യത്യാസം. ഓക്കെ, നമുക്ക് 100 വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. എക്ക് 10 തന്നെ, ബി 20 തന്നെ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ 10 പ്ലസ് 20 മൈനസ് 2. 10 പ്ലസ് 10 20 30 മൈനസ് 2 ചെയ്യുമ്പോൾ 28% കുറവ്. ഓക്കെ, കുറയുകയാണോ കൂടുകയാണോ എന്നുള്ളത് ആണ് ഇതിന്റെ വേറൊരു വ്യത്യാസം. അതായത് ആദ്യം A% കുറഞ്ഞു, പിന്നെ B% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്തായാലും കുറയായിരിക്കുന്ന ഉറപ്പാണ്. A% കൂടി B% കൂടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്തായിരിക്കും കൂടുകയാണെന്ന് ഉറപ്പാണ്. പക്ഷേ A% കൂടിയ ശേഷം B% കുറയുന്നു എന്ന് പറഞ്ഞാൽ അത് കൂടുകയാണോ കുറയുകയാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം A ആണോ B ആണോ വലുത് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. വലുതെന്ന് മാത്രമല്ല, സംഖ്യ ഏതാണ് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ മൊത്തത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും. അത് ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ മാറ്റം എന്നെഴുതിയത്. ഇവിടെ കൂടുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞു, ഇവിടെ കുറയുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷെ ഈ കേസിൽ മാത്രം മാറ്റം എന്നേ പറയാൻ പറ്റൂ. ചെയ്ത ശേഷം നമുക്ക് മനസ്സിലാവുള്ളൂ
കൂടുകയാണോ കുറയുകയാണോ എന്ന്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇത് വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൂടുന്നു 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 കുറയുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ വേറെ ടൈപ്പ്. ഒരു പ്രദേശത്തെ ഇപ്പോഴത്തെ ജനസംഖ്യ P ആണ്. ഓരോ വർഷവും 6% വെച്ച് തുടർച്ചയായി ജനസംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്താൽ n വർഷങ്ങൾക്ക് ശേഷമുള്ള ജനസംഖ്യ എത്ര എന്നാണ് ചോദ്യം. അതായത് ഒരു പ്രദേശത്ത് ഒരു ജനസംഖ്യ ഉണ്ട്. ഓരോ വർഷവും ഒരു n% വെച്ചിട്ട്, അല്ല 6% വെച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഉള്ള ഒരു ജനസംഖ്യ നമ്മളോട് തന്നിട്ട് ഇത്രയും വർഷങ്ങൾ, ഒരു n വർഷങ്ങൾക്ക് ശേഷം എത്രയാണ് ജനസംഖ്യ ആവുക എന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു കേസിൽ ജനസംഖ്യ കുറയാണ്, ഇപ്പോൾ ഉള്ളത് P ആണ്. പിന്നെ ഓരോ വർഷത്തിലും ഒരു നിശ്ചിത ശതമാനം വെച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് n വർഷം കഴിഞ്ഞിട്ട് എത്രയാവും ജനസംഖ്യ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉള്ള കേസിൽ ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. P ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് r/100 ഹോൾ റൈസ് ടു n. ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് കാണാം. അതെന്താണ്? ഒന്നുകിൽ പ്ലസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ മൈനസ് ഉപയോഗിക്കണം. അതായത് ജനസംഖ്യ കൂടുകയാണ് എന്നാണ് പറഞ്ഞെങ്കിൽ അവിടെ പ്ലസ് ഉപയോഗിക്കണം. ജനസംഖ്യ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞതെങ്കിൽ അവിടെ മൈനസ് ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പ്രദേശത്തെ ജനസംഖ്യ തരും, അത് ഓരോ വർഷത്തിലും ഒന്നുകിൽ 6% വെച്ച് കൂടിക്കൂടി പോവുകയാണെന്ന് പറയും, അല്ലെങ്കിൽ ഓരോ വർഷത്തിലും 6% വെച്ച് കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന് പറയും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഒരു n വർഷങ്ങൾക്ക് ശേഷം, അതായത് ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ജനസംഖ്യ എത്ര. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരു ഗ്രാമത്തിൽ വർഷം തോറും 5% ജനസംഖ്യ വർദ്ധിക്കുന്നു, അതായത് ജനസംഖ്യ കൂടുകയാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഏത് യൂസ് ചെയ്യണം? പ്ലസ് യൂസ് ചെയ്യണം. ഇനി ഇപ്പോഴത്തെ ജനസംഖ്യ 10,000 ആണെങ്കിൽ 2 വർഷത്തിന് ശേഷമുള്ള ജനസംഖ്യ എത്ര? അപ്പൊ നമ്മൾ ഇക്വേഷനിലുള്ള P തന്നിട്ടുണ്ട്. എത്രയാണ്? 10,000. P ഈക്വൽ ടു 10,000. R തന്നിട്ടുണ്ട്. R എന്നാൽ എന്താണ്? ശതമാനമാണ്. 5% തന്നിട്ടുണ്ട്. R ഈക്വൽ ടു 5. പിന്നെ n എന്താണ്? വർഷമാണ്. എത്ര വർഷമാണ് ചോദിച്ചത്? 2 വർഷം. അപ്പൊ n ഈക്വൽ ടു 2. ഇത്രയും തന്ന സ്ഥിതിക്ക് നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. P ഇൻറ്റു, അതായത് 10,000 ഇൻറ്റു, പിന്നെ ഇവിടെ പ്ലസ് ഓർ മൈനസിനകത്ത് നമ്മൾ പറഞ്ഞു വർദ്ധിക്കുകയായതുകൊണ്ട് നമ്മൾ ഏത് യൂസ് ചെയ്യാം? പ്ലസ് യൂസ് ചെയ്യാം. 1 പ്ലസ് r/100 എന്ന് പറഞ്ഞാൽ 5/100 ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ ഹോൾ റൈസ് ടു 2. തന്നിട്ടുള്ള n 2 ആണ്. അപ്പോൾ നമുക്ക് 10,000 ഇൻറ്റു എന്നുള്ളത് മേലേക്ക് എഴുതാണ്. 10,000 അവിടെ വെക്കുന്നു. 100 1 101, 100 ഇൻറ്റു 1 100 പ്ലസ് 5 105. 105/100. അതിന്റെ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് അതിനെ 2 തവണ എഴുതുന്നു. 105/100. അപ്പൊ 10,000 ഇൻറ്റു 105/100 ഇൻറ്റു 105/100. താഴെ 2 0 2 0, ടോട്ടൽ 4 0. അപ്പൊ ഇവിടെയുള്ള 4 0 അങ്ങ് പോകും. 10,000 മൊത്തത്തിൽ പോയി. ബാക്കി എന്തുണ്ട്? 105 ഇൻറ്റു 105 ആണ് നമ്മുടെ ഉത്തരം. അത് ചെയ്താൽ എത്ര കിട്ടുക? 105-ന് 2 0 പ്ലസ് 5 ഇൻറ്റു 105 525. 11 0 0 11 0 25. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഒരു പ്രദേശത്ത് ജനസംഖ്യ തന്നിട്ടുണ്ടാവും. അത് ഓരോ വർഷവും ഒന്നുകിൽ തുടർച്ചയായിട്ട് കൂടിക്കൂടി പോവുകയാണെന്ന് പറയാം, അത് എത്ര ശതമാനം വെച്ചാണ് കൂടുന്നതെന്നും തരും. എന്നിട്ട് 10 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ 2 വർഷങ്ങൾക്ക് ശേഷം എത്ര ജനസംഖ്യ ആവും എന്ന് ചോദിക്കും. അതാണ് ഈ ടൈപ്പ്. ഇനി അടുത്ത ടൈപ്പ് ഇതുമായിട്ട് ബന്ധമുള്ള ഒരു ചോദ്യമാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെയാണ്, പക്ഷെ ചോദിക്കുന്നത് എന്തായിരിക്കും? n വർഷങ്ങൾക്ക് മുൻപുള്ള ജനസംഖ്യയായിരിക്കും. ഇപ്പൊ നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഉള്ളത് തന്നിട്ട് മുന്നോട്ട് പോയിട്ട് n വർഷങ്ങൾക്ക് ശേഷം എത്രയായിരിക്കും എന്നാണ് ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത്. പക്ഷെ ഈ കേസിലോ? ഈ കേസിൽ ഇപ്പോൾ ഉള്ളത് തരും. ഒരു 5 വർഷം മുൻപ് ഏതായിരുന്നു ജനസംഖ്യ, എത്രയായിരുന്നു ജനസംഖ്യ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ
ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. p ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഓർ മൈനസ് r ബൈ 100 ഹോൾ റേസ് ടു n. ഇവിടെയും പ്ലസ് ഓർ മൈനസ് ഉണ്ട്. പ്ലസ് ആണെങ്കിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ജനസംഖ്യ തുടർച്ചയായിട്ട് കൂടുകയായിരുന്നു എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ പ്ലസ് യൂസ് ചെയ്യണം. തുടർച്ചയായിട്ട് കുറയുകയാണ് എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ മൈനസ് യൂസ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഒരു ഗ്രാമത്തിൽ വർഷം തോറും 5% ജനസംഖ്യ വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ജനസംഖ്യ 4410 ആയാൽ 2 വർഷത്തിന് മുൻപുള്ള ജനസംഖ്യ എത്ര? ഓക്കെ, മുൻപുള്ളതായതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. പി എത്രയാണ് തന്നിട്ടുള്ളത്? 4410. n എത്രയാണ് തന്നിട്ടുള്ളത്? 2 വർഷത്തിന് മുൻപായതുകൊണ്ട് n 2. r എത്രയാണ്? 5% ആയതുകൊണ്ട് rന്റെ വാല്യൂ 5. ഇനി ഇവിടെ ഏതാണ്? പ്ലസ് ആണോ മൈനസ് ആണോ? വർദ്ധിക്കുന്നു എന്നായതുകൊണ്ട് പ്ലസ്. അപ്പൊ നമ്മളത് മാറ്റി എഴുതുകയാണ്. 4410 ഡിവൈഡഡ് ബൈ 1 പ്ലസ് r എത്രയാണ്? 5% ബൈ 100 ഹോൾ റേസ് ടു 2. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് താഴെ വരുന്നത്. 4410 ഡിവൈഡഡ് ബൈ 105 ഡിവൈഡ് ബൈ 100. സ്ക്വയർ ആയതുകൊണ്ട് അതിനെ 2 തവണ എഴുതുന്നു. 105 ബൈ 100. ഈ താഴെയുള്ള ഈ 100 മേലെയുള്ള 105ഉം തമ്മിൽ നമുക്ക് 5 വെച്ച് വെട്ടാം. ഇവിടെ 20, ഇവിടെ 21, ഇവിടെ 20, ഇവിടെ 21. ഇനി ഈ 21 ഇൻറ്റു 21 ആണ് എന്ത്? 441. അപ്പൊ 441 അവിടെ പോവും, ബാക്കി 10 വരും. ഓക്കെ, ഇനി താഴെ എന്തുണ്ട്? ബൈ 20, 1/20 ആണിത്. അത് മേലെ പോകുന്ന സമയത്ത് ഇൻറ്റു 20 ഇൻറ്റു 20 എന്ന് വരും. അപ്പൊ 10 ഇൻറ്റു 20 ഇൻറ്റു 20 400 ഇൻറ്റു 10 4000. 4000 ആണ് നമ്മുടെ ഉത്തരം. എന്താണ് അർത്ഥം? ഇപ്പോ 4410 ഉണ്ട്. പക്ഷെ ആ ഗ്രാമത്തിലെ ജനസംഖ്യ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഓരോ വർഷത്തിലും 5% വെച്ച് കൂടിക്കൂടി ഇപ്പൊ എത്രയായി? 4410 ആയി. അങ്ങനെയാണെങ്കിൽ 2 വർഷം മുൻപ് എത്രയായിരുന്നു? 4000 ആയിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി ചെറിയൊരു വ്യത്യാസം. ഇതേപോലെ തന്നെയാണ് ഒരു പ്രദേശത്തെ ജനസംഖ്യ p ആണ്. ഓരോ വർഷവും വ്യത്യസ്ത ശതമാനത്തിലാണ് കൂടുന്നത്. ആദ്യം x1 എന്നുള്ള ശതമാനം കൂടി. അടുത്ത വർഷത്തിൽ കൂടിയത് ഈ സെയിം ശതമാനമല്ല, വേറൊരു നിരക്കിൽ കൂടി. അടുത്ത വർഷം പിന്നെയും കൂടി, പക്ഷെ വേറെ ഒരു നിരക്കിലാണ് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തിന് ശേഷം ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ഇത്. p ഇൻറ്റു 1 പ്ലസ് x1 ബൈ 100 ഇൻറ്റു 1 പ്ലസ് x2 ബൈ 100 ഇൻറ്റു 1 പ്ലസ് x3 ബൈ 100. x1 എന്ന് പറഞ്ഞാൽ ആദ്യ വർഷം കൂടിയ നിരക്ക്, പിന്നെ രണ്ടാമത്തെ വർഷം കൂടിയ നിരക്ക്, ഇതും മൂന്നാമത്തെ വർഷം കൂടിയ നിരക്ക്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരു നഗരത്തിലെ ജനസംഖ്യ 10000 ആണ്. ഓക്കെ, അപ്പോൾ p എത്രയും തന്നു? 10000. എന്നിട്ട് പറഞ്ഞു തുടർന്ന് ഓരോ വർഷവും 10%, 5%, 10% എന്ന നിരക്കിൽ ജനസംഖ്യ വർദ്ധിച്ചു. അതായത് ഇപ്പോൾ ഉള്ള ജനസംഖ്യ അടുത്ത വർഷമായപ്പോൾ ഒരു 10% കൂടി, അടുത്ത വർഷത്തേക്ക് ഒരു 5% കൂടെ കൂടി, പിന്നെ അടുത്ത വർഷം പിന്നെ ഒരു 10% കൂടി. ഇങ്ങനെയാണ് കൂടിയതെങ്കിൽ ഇപ്പോൾ ഉള്ള സംഖ്യ എത്ര പറഞ്ഞു? 10000 തന്നിട്ടുണ്ടെങ്കിൽ ഈ 3 വർഷങ്ങൾക്ക് ശേഷം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഇതാണ്. അപ്പൊ 10000 ഇൻറ്റു 1 പ്ലസ് ആദ്യത്തത് 10%, 10/100 ഇൻറ്റു 1 പ്ലസ് 5/100 ഇൻറ്റു 1 പ്ലസ് 10/100. 10/100 എന്ന് പറയുമ്പോൾ 10ഉം 10ഉം വെട്ടും. ഇവിടെ 5ഉം 100ഉം വെട്ടിയാൽ 20. ഇവിടെ 10ഉം 100ഉം വെട്ടിയാൽ 10. ഓക്കെ, 10000 ഇൻറ്റു 1 പ്ലസ് 1/10, 11/10 ഇൻറ്റു 21/20 ഇൻറ്റു 11/10. ഓക്കെ, 0 പൊട്ടി, 0 വെട്ടി, 0 വെട്ടി, 0 വെട്ടി, ഈ 0 വെട്ടി, 0 വെട്ടി, ഈ 2ഉം 10ഉം തമ്മിൽ വെട്ടിയാൽ 5. ടോട്ടൽ എത്രയാണ്? 5 ഇൻറ്റു
11 ഇൻറ്റു 21 ഇൻറ്റു 11. ഓക്കെ, അപ്പോൾ ജനസംഖ്യ എത്രയാണെന്ന് കാണണമെങ്കിൽ ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. ഉത്തരം 12,705 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന്റെ രീതി എന്താണ്? ഒരു നഗരത്തിലെ ജനസംഖ്യ തരും, അത് അടുത്ത 3 വർഷങ്ങളിൽ കൂടും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരേ നിരക്കിലല്ല. ആദ്യം ഒരു നിരക്കിലാണെങ്കിൽ അടുത്തത് വേറെ നിരക്കിലാണ്, മൂന്നാമത്തത് വേറെ നിരക്കിലാണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷം എത്ര കൂടി എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ഇത്. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഒരു വസ്തുവിന്റെ വില x% വർദ്ധിച്ചാൽ അധിക ചെലവുണ്ടാകാതിരിക്കാൻ ഉപഭോഗത്തിൽ വരുത്തേണ്ട കുറവ്. ഇക്വേഷൻ എന്താണ്? x/100 + x × 100%. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരാള് സ്ഥിരമായിട്ട് ഒരു കടയിൽ നിന്ന് അരി വാങ്ങാറുണ്ടായിരുന്നു. അരിയുടെ വില പെട്ടെന്ന് x% കൂടി, ഒരു 10% കൂടി. അപ്പോൾ അയാൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ തുകയ്ക്ക് തന്നെ അയാൾ വാങ്ങണമെങ്കിൽ അയാൾ ഉപഭോഗത്തിൽ എത്ര കുറവ് വരുത്തണം? അതായത് എത്ര കുറവ് പഞ്ചസാര ആണ് വാങ്ങേണ്ടത് എന്നുള്ള ചോദ്യം ഒരു അരിയോ പഞ്ചസാരയോ ഒക്കെ ആയിട്ടൊക്കെയാണ് സാധാരണ വരാറുള്ളത്. അങ്ങനെയുള്ള കേസിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, x/100 + x × 100%. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. പഞ്ചസാരയുടെ വില എത്ര ശതമാനം വർദ്ധിച്ചു? 20% വർദ്ധിച്ചു. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യണം? അയാൾക്ക് അധിക ചെലവ് കൂടാതെ നോക്കണം. അയാൾ സാധാരണ എത്രയാണോ ചെലവാക്കിയത് അത്ര തന്നെ ചെലവാക്കണം. അത്ര അയാൾക്ക് ചെലവാക്കാൻ പറ്റൂ. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യണം? പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കണം. അയാളുടെ സാധാരണ ഉപഭോഗം എത്ര ആണോ അത്രയും അയാൾ ഇപ്പൊ ഉപയോഗിക്കാൻ കഴിയില്ല, കുറച്ച് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അയാൾക്ക് ഉപഭോഗത്തിൽ വരുത്തേണ്ട കുറവ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ x എത്രയാണ്? 20%. അപ്പൊ ഇക്വേഷൻ എന്താണ്? x/100 + x × 100% ആണ്. അപ്പൊ 20/120 × 100. ഇവിടെ ഒരു 20, ഇവിടെ 6/20, 100/6, 16.66% നമ്മുടെ ഉത്തരം. ഇത്രയും ഉപഭോഗം കുറച്ചു കഴിഞ്ഞാൽ 16.66% ഉപഭോഗം കുറച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം? അധിക ചെലവ് കൂടാതെ നോക്കാം. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ടൈപ്പായിട്ട് വരാറുണ്ട്. അടുത്ത ഒരു വസ്തുവിന്റെ വില x% കുറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പഞ്ചസാരയുടെ വില കൂടിയതായിരുന്നു, ഇവിടെ പഞ്ചസാരയുടെ വില കുറയാണ്. അങ്ങനെയുള്ള കേസിലും ആകെ ചെലവിൽ മാറ്റം വരാതിരിക്കാൻ ഉപഭോഗത്തിൽ എത്ര വർധനവ് വരുത്താം? അതായത് അയാൾ ഒരു നിശ്ചിത അളവ്, നേരത്തെ പഞ്ചസാരയല്ലേ, പഞ്ചസാര സാധാരണയായിട്ട് ഒരു 5 കിലോ അയാൾ വാങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ ഇപ്പൊ വാങ്ങാൻ പോയപ്പോൾ പഞ്ചസാരയുടെ വില കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ അയാൾ 5 കിലോ വാങ്ങുന്ന ആൾക്ക് വില കുറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വാങ്ങാം. പക്ഷെ അയാൾ ടോട്ടൽ എത്രയാണോ കൊടുത്തുകൊണ്ടിരുന്നത് അതേ ചെലവ് തന്നെ കീപ്പ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എത്ര കൂടെ അധികം വാങ്ങിക്കാം എന്നാണ് ചോദ്യം. അങ്ങനെയുള്ള കേസിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ഇത്. എത്ര കൂടുതൽ വാങ്ങാം, അതായത് എത്ര ഉപഭോഗം വർദ്ധിപ്പിക്കാം എന്നുള്ളത് കണ്ടുപിടിക്കാൻ x/100 - x × 100%. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. വെളിച്ചെണ്ണയുടെ വില 15% കുറഞ്ഞാൽ ഒരു കുടുംബത്തിന് അധിക ചെലവ് വരാതെ എത്ര വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാൻ കഴിയും? ഇക്വേഷൻ എന്താണ്? x/100 - x × 100%. എക്സിന്റെ വാല്യൂ 15 ഇട്ട് കൊടുത്തു. 100 - 15 85 ആണ്, ഇൻറ്റു 100. ഇവിടെ എത്ര ആണ്? 17 ആണ്, ഇവിടെ 20 ആണ്. അപ്പോ 15 × 20, 300/17 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണോ അത്രയും ശതമാനം ആൾക്ക് കൂടുതലായിട്ട് എന്ത് വാങ്ങാം? വെളിച്ചെണ്ണ വാങ്ങാൻ കഴിയും. ചിലപ്പോൾ 300/17 എന്നായിരിക്കും നമ്മുടെ ഓപ്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിന്റെ ദശാംശ രൂപത്തിലുള്ള സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനെ മാറ്റി മിശ്രഭിന്നമാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഇവിടെ 15% എന്നുള്ള നമ്പർ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. മറിച്ച് നമുക്ക് 20 കൊടുത്തു നോക്കാം. ഇവിടെ 20, ഇവിടെ 20 ആണെങ്കിൽ 20 × 100 / 80 വരും. ഇവിടെ 4, ഇവിടെ 1,
ഇവിടെ 4, ഇവിടെ 25. ഉത്തരം 25% എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന നമ്പറിനനുസരിച്ച് നമ്മുടെ ഉത്തരം മാറും. അപ്പോൾ രണ്ട് രീതിയിലാണ്. ആദ്യത്തെ കേസിൽ ഇയാളുടെ വില, എന്തിന്റെ വില, സാധനത്തിന്റെ വില കൂടി. സാധനത്തിന്റെ വില കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് അതേ അളവ് തന്നെ വാങ്ങാൻ കഴിയില്ല. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അളവ് കുറയ്ക്കേണ്ടി വരും. അത് എത്രയാണെന്ന് ഉള്ളതാണ് ആദ്യത്തെ കേസിൽ പറഞ്ഞത്. രണ്ടാമത്തെ കേസിൽ സാധനത്തിന്റെ വില കുറഞ്ഞു. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? നേരത്തെ വാങ്ങിയതിനേക്കാൾ കൂടുതൽ അയാൾക്ക് വാങ്ങാം. എത്ര കൂടുതൽ വാങ്ങാം എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, രണ്ടും ഏകദേശം സിമിലർ ഇക്വേഷൻ ആണ്, സൈൻ മാത്രമാണ് വ്യത്യാസം. ഓക്കെ, അടുത്ത ആയിട്ട്